നമസ്കാരം. കേരള സർക്കാരിന്റെ 4ാമത് വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി മറൈൻ ഡ്രൈവിൽ നിന്നും ദർബാർ ഹോൾ വരെയും NSS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു ലഹരി വിരുദ്ധ വാക്കത്തോൺ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യമേ പറയട്ടെ, വളരെ നല്ല കാര്യം, കുട്ടികൾ മാതൃകയാവട്ടെ. എന്നാൽ കുറച്ചാഴ്ചകൾക്ക് മുന്നേ ഇതേ രീതിയിൽ നാടിന് മാതൃകയാകാൻ ശ്രമിച്ച ചില NSS വിദ്യാർത്ഥികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ MLA മാത്യു കുഴൽനാടിനെതിരെയും നമ്മുടെ മൂവാറ്റുപുഴയുടെ തന്നെ അഭിമാനമായിട്ടുള്ള ഇവിടുത്തെ 2 സ്കൂളുകൾക്കെതിരെയും ബാലാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രിയകരായ സഖാക്കൾ ഈ പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ചത്. മൂവാറ്റുപുഴയിലെ നഗരവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നീക്കം ചെയ്യാതിരുന്ന ചില കേബിളുകൾ നീക്കം ചെയ്യാനായി NSS വോളണ്ടിയർമാരെ വിളിച്ചു കൂട്ടുകയും അതിന് നേതൃത്വം നൽകിയ നമ്മുടെ MLA ഡോക്ടർ മാത്യു കുഴൽനാടിനെതിരെയും ആ 2 സ്കൂളുകളുടെയും പ്രധാന അധ്യാപകർക്കെതിരെയും ബാലാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്ത മൂവാറ്റുപുഴയിലെ ഇടതുപക്ഷത്തോട് ചില ചോദ്യങ്ങൾ. സർക്കാർ വാർഷികാഘോഷങ്ങൾക്ക് ഇതേ NSS വോളണ്ടിയർമാരെ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലേ? നിങ്ങൾ ഇപ്പോഴും ബാലാവകാശ കമ്മീഷന് കൊടുത്ത ആ കേസിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ കേസിൻ്റെ സ്ഥിതി എന്തായി? മൂവാറ്റുപുഴയുടെയും കേരളത്തിൻ്റെയും ഇടതുപക്ഷത്തിന് ഡോക്ടർ മാത്യു കുഴൽനാടനോടുള്ള വിരോധം ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. പക്ഷേ അതിൻ്റെ പേരിൽ പുതുതലമുറയെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പറ്റം അധ്യാപകരെയും ഇത്തരം സാമൂഹ്യ പ്രവർത്തികൾ ചെയ്യുന്ന NSS വോളണ്ടിയർമാരെയും ദ്രോഹിക്കാൻ നിങ്ങൾ കാണിച്ച ആ മനസ്സ് ആരും മറക്കില്ല. കുഴൽനാടൻ വിരോധം കൊണ്ട് നിങ്ങൾ ഈ നാടിനെ വരെ ഒറ്റിക്കൊടുക്കാൻ തുനിഞ്ഞിറങ്ങരുത്. അത് വികസനത്തിൻ്റെ കാര്യമായാലും ജനങ്ങളുടെ കാര്യമായാലും ഇതൊരപേക്ഷയാണ്.